അയോധ്യ വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമാകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അയോധ്യ സന്ദർശിക്കും. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി അയോധ്യയിലെത്തുന്നത്. ഈ മാസം 14-ാം തീയതിയാണ് വാരണാസിയിൽ അദ്ദേഹം നോമിനേഷൻ നൽകുന്നത്. 13-ാം തീയതി ഒരു റോഡ് ഷോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത്തവണത്തെ പ്രധാനമന്ത്രിയുടെ നോമിനേഷൻ കൊടുക്കുന്ന ആ ഒരു ചടങ്ങ് ഗംഭീരമാക്കാൻ തന്നെയാണ് അവിടുത്തെ BJP പ്രവർത്തകരുടെ തീരുമാനം. 2014 മുതൽ പ്രധാനമന്ത്രി മത്സരിക്കുന്ന മണ്ഡലമാണ് UP-ലെ വാരണാസി. ഇവിടെ 2014 അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രധാന എതിരാളി. അന്ന് മോദി ജയിച്ചത് 3,71,784 വോട്ടിനായിരുന്നു. 2019 എത്തിയപ്പോഴത്തേക്ക് ശാലിനി യാദവ് സമാജ്വാദി പാർട്ടിയുടെ കോൺഗ്രസിൻ്റെയും നേതാക്കളെ തോൽപ്പിച്ചുകൊണ്ട് 4,79,505 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. ഇത്തവണ ഭൂരിപക്ഷം ഇരട്ടിയാക്കണം, റെക്കോർഡാക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് BJPയുടെ പ്രവർത്തകർ. ഏതായാലും നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ, അത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥിയായി പ്രധാനമന്ത്രി മാറും എന്ന് BJP നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഏതായാലും 14-ാം തീയതിയാണ് അദ്ദേഹം നോമിനേഷൻ കൊടുക്കുന്നത്. നാളെ അദ്ദേഹം അയോധ്യ സന്ദർശിക്കുന്നു. ന്യൂസ് ഡെസ്ക് മുസ്ലിം മലയാളം.